സുഹൃത്തുക്കളെ, ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ പാവങ്ങാടിന്റെ ഒരു ദുരവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് പാവങ്ങാട് നിന്ന് അത്തോളി പോകുന്ന റോഡാണ്. ഈ റോഡിലൊരു ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ടായിരുന്നു. 2.5 വർഷമായിട്ട് ഈ ഹൈമാസ്റ്റ് ലൈറ്റ് KSRTC ബസ് കയറിയിട്ട് പൊളിഞ്ഞുപോയി. അതിനുശേഷം യാതൊരുവിധ നടപടികളും ഇവിടെ ഈ പാവങ്ങാട് ജംഗ്ഷനിൽ ഉണ്ടാകും. നിരവധി ആക്സിഡന്റുകളാണ് ഈ പാവങ്ങാട് ജംഗ്ഷനിൽ ഉണ്ടാവാറ്. ഈ ഡിവൈഡറോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്തൊരു ജംഗ്ഷനാണിത്. സിഗ്നൽ ഉണ്ട് എന്ന് പറയല്ലാതെ സിഗ്നലിനെ കൊണ്ട് യാതൊരു ഉപയോഗം ഇവിടെ ഇല്ല, ഒരു ഉപകാരവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിൽ ഏറ്റവും 3 ഭാഗത്തേക്കും പോകുന്ന ലൈറ്റുകളാണിത്. ഈ ലൈറ്റ് ഇവിടെ ഷോപ്പുകൾ കടകൾ പൂട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ ജീവജന്തുവിനെ കാണൂല. ലൈറ്റിൽ മഴ പെയ്താലും ഈ തോരാത്ത മഴയത്ത് ഈ സാധനം കാണൂല. അതായത് ഹൈമാസ്റ്റ് ബസ്സിന്റെ ഡിവൈഡറാണ് ഈ കാണുന്നത്. ഈ ഡിവൈഡർ ഒരു മഴ പെയ്താൽ ആരും തന്നെ കാണുകയില്ല, കേൾക്കല്ലാതായതാണ്. നിരവധി വാഹനങ്ങളാണ് ഇതിന്റെ മുകളിൽ കയറി പോകുന്നത്. ഇതിന് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ സിഗ്നലിന്റെ ദുരവസ്ഥ ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വരുന്നത് ഈ പാവങ്ങാട് ജംഗ്ഷനിലെ ഈ സിഗ്നൽ ലൈറ്റിന്റെ ബോക്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മീറ്ററിന്റെ ബോക്സിന്റെ ഇതിന്റെ അടുത്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഷോക്ക് അടിച്ച് മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താ വെച്ചാൽ അതിന്റെ താഴത്ത് പച്ച പുല്ലുകളാണ്. ഇത്രയും രീതിയിലാണ് ഇലക്ട്രിസിറ്റി യാതൊരു ശ്രദ്ധയില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ സിഗ്നൽ ലൈറ്റിന്റെ മെയിൻ ബോക്സ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഈ ബോക്സ് കാണിച്ചു കൊടുത്തേ. ഈ ബോക്സ് മെയിൻ ബോക്സ് ആണ് ഈ കാണുന്നത്. ഇതിനെ ദ്രവിച്ച് കിടക്കുകയാണിത്. അപ്പോൾ ഇതെല്ലാവരുടെയും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നല്ലെങ്കിൽ ഈ ഹൈമാസ്റ്റ് ലൈറ്റ് ഫിറ്റ് ചെയ്ത ഈ കോൺക്രീറ്റിന്റെ ബീമുകൾ ഇവിടെ നിന്നും പൊളിച്ചു നീക്കുക, അല്ലെങ്കിൽ അതിനെ റിഫ്ലക്റ്റ് വെക്കുക. ഈ അപകടത്തിൽ നിന്നും ഈ വാഹനങ്ങളെ രക്ഷപ്പെടുത്തുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ബീമുകൾ കിടക്കുന്നത് പാവങ്ങാട് ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷനിൽ തിരിയുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ സാധനങ്ങളൊന്ന് കണ്ടോളൂ, അത് കാണിച്ചുള്ളൂ.